ജീവ വെളുപ്പക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. എന്നെ കണ്ട എത്ര തോന്നും? ഒന്നായി. ഓ നല്ല കിടുക്കാച്ചി കോമഡി. അതങ്ങനെ വരത്തുള്ളൂ, കാരണം ഇവിടെ അല്ലേ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്റെ പ്രായം എത്ര തോന്നുമെന്നാണേ. അല്ല, കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പെട്ടെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റത്തില്ല എൻ്റെ ഏജ്. കാരണം അതുപോലുള്ള എക്സസൈസ്, കറക്റ്റായിട്ടുള്ള ദിനചര്യകൾ, അങ്ങനെയാ. ഞാനും എൻ്റെ മഞ്ഞണിക്കര മാമച്ചൻ എന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയാണ്, ഞങ്ങൾ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് വീട് പൂട്ടി നേരെ ഓമല്ലൂർ വഴി നടന്ന് തിരിഞ്ഞ് കൈപ്പട്ടൂർ വഴി തുമ്പോണെത്തി ഇങ്ങനെ 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 എത്തുമ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയോ മഞ്ഞണിക്കര മാമച്ചൻ കഴുത്തി നൂരി മേശപ്പുറത്തിട്ട മാല പോലെ തളർന്നങ്ങ് കടവരാന്തേ കിടക്കും. അതെനിക്ക് താങ്ങത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ പോകും. എന്നാലും ഞാൻ അയാളെ നടത്തും. 18 വയസ്സുണ്ട്. നടത്തി 40 വയസ്സ് ഞാൻ എത്തിക്കും. അതെ പറഞ്ഞ പോലെ എൻ്റെ പുറകിലുണ്ടായിരുന്നാണല്ലോ. ഈ സൗണ്ട് ഞാൻ കേട്ടതാ. അയ്യോ, ഒന്ന് ഇളകി ഒന്ന് നടക്കൊന്ന്. എന്റെ ഒരു ഇളക്കത്തിന് നിന്നെ കെട്ടിയതാ ഞാനിപ്പോ കിടന്ന് അനുഭവിക്കുന്നത്. എനിക്ക് ഇളകാനൊക്കെ. എന്റെ പൊന്നച്ചായ, ആ കൈ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ നടക്കണം. നീ ഇങ്ങനെ കൈ വീശി നടന്നതിന്റെ ആടി ഞാൻ തെറിച്ച് വീട്ടിൽ പോയത്. അതെന്തുവാ? എന്റെ ഈ കമ്പേ കുട്ടിയും കോലും കളിക്കുന്ന പോലെ താടിക്ക് കുത്തി ഞാൻ വീടിന്റെ മുറ്റത്ത് ചെന്നു. അവിടെ വേലക്കാരി മുറ്റം തൂക്കുമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞത് പിടിക്കാമോ എന്ന്. ഇവളെന്നെ കോരി മതിലപ്പുറത്ത് കളഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ ചാടി നിൽക്കാൻ നേരത്ത് പത്രക്കാരൻ വന്ന് എന്നെ മോന്ത തീർക്കുക. പത്രം എടുത്തോ ഒറ്റയേറെ നോക്ക് ചൂടുള്ള വാർത്ത കീറിയിരിക്കുന്നു. പിന്നെ പാലുകാരൻ വന്നപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതെന്തുവാ? പച്ചപ്പാല് പൊട്ടിച്ചു കുടിച്ച് 10 മിനിറ്റ് കിടന്നിട്ടാണ് ഞാൻ വരുന്നത്. എന്റെ പൊന്ന് മനുഷ്യ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിങ്ങളോട് എന്തുവാ പറഞ്ഞത്? കിടക്കാനാണോ അതോ ഇന്നും രാവിലെ എഴുന്നേറ്റ് നടക്കാനാണോ? എപ്പോഴും പറഞ്ഞ ഡോക്ടർ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുവന്നല്ലോ ചെയ്യുന്നത്. അയാളുടെ ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അത്. ആശുപത്രിയിൽ ചെന്ന് നിങ്ങളുടെ രക്തം പരിശോധിച്ചപ്പോ എന്തുവായിരുന്നു? എന്റെ ചോരക്കകത്ത് നീര്. ചോരക്കകത്ത് നീര്? മെഡിക്കൽ കോളേജിൽ ഡോക്ടർ എഴുതി തന്നു എന്റെ ചോര പരിശോധിക്കാൻ. ഞാൻ 8 മണിക്കൂർ എടുത്തു മെഡിക്കൽ കോളേജിലെ ലാബ് ചുറ്റിക്കറങ്ങി കണ്ടുപിടിക്കാൻ. അവിടെ ചെന്ന് ചോര ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചോരക്കകത്ത് നീര്, ചോര വെള്ളമായി എന്റെ. ആണോ? നിങ്ങൾക്ക് പറയാൻ പല കാരണങ്ങളുണ്ടായിരിക്കും, എന്നാലും നടക്കണം. നടക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ആശുപത്രി പോകുന്ന ഒഴിവാക്കാം, മരുന്നുകൾ ഒഴിവാക്കാം, എന്തിനേറെ പറയുന്നു, അസുഖങ്ങൾ വരെ ഒഴിവാക്കാം. എന്തും രാവിലെ എന്നെ കിടക്കപ്പായത് നീ നിന്റെ പുറകെ നടത്താമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എന്നെ അങ്ങ് ഒഴിവാക്കാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ നടത്തും. ഇന്ന് രാവിലെ 5 മണിക്കാണ് എഴുന്നേറ്റെങ്കിൽ നാളെ വെളുപ്പിനെ നമ്മൾ 3 മണിക്ക് എഴുന്നേക്കണം. എന്നിട്ട് പ്രക്കാനത്ത് ചെന്ന് ഇലവന്തിട്ട തിരിഞ്ഞിട്ട് ഊന്നുകൽ വഴി നമ്മൾ മഞ്ഞണിക്കരയിലെത്തണം. ഇത് നമ്മൾ നടക്കുന്ന വഴിയാണോ റാസ പോകുന്ന വഴിയാണോ? എന്തോ പറഞ്ഞാലും കാര്യമില്ല. ഈ ചായ അറിയാവല്ലോ, തളർ റെസിഡൻസിയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് വരുവാ. നിങ്ങളെ പരിശോധിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥാനം ഉണ്ടല്ലോ അതങ്ങ് അവർ കട്ട് ചെയ്യും. അയ്യോ, തണൽ റെസിഡൻസി എന്ന് പറഞ്ഞ പേരും അവിടെ ഒരൊറ്റ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മരമില്ല. തണലിന് വേണ്ടി ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കാം, കണ്ണിലേക്ക് ചൂടടിക്കാൻ. എന്നിട്ട് പറയാം വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, മുടിഞ്ഞ ചൂടാന്ന്. നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. നിങ്ങൾ എന്ത് എക്സസൈസ് ചെയ്യാത്ത എന്താ? എനിക്ക് ഈ എക്സസൈസിന്റെ കാര്യമൊന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ മനുഷ്യനാണെങ്കിൽ നല്ല നന്മയോടുകൂടി ജീവിക്കുക, സഹപ്രവർത്തകരെ സഹായിക്കുക, പാവം പിടിച്ചവരെ സഹായിക്കുക, ദൈവവിശ്വാസത്തോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ 150 വയസ്സ് വരെ നമുക്ക് ജീവിക്കാൻ പറ്റും. അത് വിച്ചാൻ പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. കാരണം അതുപോലെ ഭാഗ്യം ചെയ്ത ഒരാളെ എൻ്റെ വല്യപ്പച്ചൻ. 190 വയസ്സിലും രാവിലെയും വൈകിട്ടും പറമ്പിലിറങ്ങി കുഴിയെടുക്കുമായിരുന്നു. പൂച്ചയുടെ സ്വഭാവ ബാത്റൂമിൽ പോകാൻ പേടി. പറയരുത് കേട്ടോ. പുള്ളി നല്ല അധ്വാനിയായിരുന്നു. മരിക്കുന്ന സമയത്ത് എന്തോ ആരോഗ്യമായിരുന്നെന്ന് അറിയാമോ? അയാൾ മരിച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് വേണ്ടി കുഴിയെടുത്ത് അയാൾ തന്നെ അന്നോടി ആരോഗ്യം പറയാനൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ തറുതല പറയാനേ അറിയത്തുള്ളൂ. എന്നാൽ വീട്ടിൽ ഇരുന്ന് എക്സസൈസ് ചെയ്യുവോ? അതില്ല. ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൂസമ്മയായിട്ട് നിന്ന് കാര്യം പറയും മനുഷ്യന്. ആവശ്യം പറയല്ലേ, ഞാൻ സൂസിയോട് എന്താ കാര്യം പറഞ്ഞു? ആ സൂസു തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ അവൾ എന്നോട് ചോദിക്കും കോവയ്ക്കുണ്ടോ അച്ചായാന്ന്. ഞാൻ പറയടി മോരുകറി ഉണ്ടോ തരാമെന്ന്. സൂസിയുടെ മോരുകറി എടുക്കാൻ അറിയാ. ആണോ? ഇന്നോടെ ഞാൻ നിങ്ങളുടെ മോരുകറി നിർത്തും ഞാൻ. അങ്ങനെ ഈ ഭാഗത്തൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ മോര് ചോരും. പിന്നെ നിങ്ങളുടെ കോവലെല്ലാം കൂടെ വലിച്ചു പറിച്ച് ഞാൻ കളയും. ഞാൻ പറഞ്ഞേക്കാം. 5 മണിയാകുമ്പോ ഇവളീ കമ്പ് വെച്ചിട്ട് ചക്ക വേവിച്ചിട്ട് ഇളക്കുന്ന പോലെ നടക്കാൻ പറഞ്ഞോട്ടെ. അതെ, കിടക്കാൻ നേരം ഞാൻ പറഞ്ഞതാണോ കൈയും കാലും ഒക്കെ ഒന്ന് ഇളക്കണമെന്ന്? അതങ്ങനെ കട്ടല് കാണുമ്പോഴേ ഇവള് ബോധം കിടും. ഞാൻ കൈയും കാലും കിட்ட ഇളക്കുന്നുണ്ട്, നീ അത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. എക്സസൈസ് ചെയ്യത്തില്ല, വെറുതെ പുറത്തിറങ്ങി ചോദിക്കുമ്പോ പറയാം ഇളവയിൽ കൊള്ളുവാന്ന്. അങ്ങനെ ഇളവയിൽ കൊണ്ട് കഴിഞ്ഞാൽ വൈറ്റമിൻ സി, ഡി, ബി, എ, ബി, സി, ഡി എല്ലാം ശരീരത്തിൽ കയറും. അതിനുവേണ്ടിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ പോയി ഞാൻ കസാര ഇട്ട് ഇളം വെയിൽ കൊള്ളാൻ വേണ്ടി ഇരിക്കുന്നത്. ഇങ്ങനെ ഇളം വെയിൽ കൊള്ളാനാന്ന് പറഞ്ഞോണ്ട് ഉദ്യാനത്തിൽ പോയി കസേര ഇട്ടിരിക്കും. മതില് പെയിന്റ് അടിക്കാൻ വന്ന പിള്ളേര് പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ശില്പമെന്നും പറഞ്ഞ് ഇയാളെ അടക്കം കസേര ചേർത്ത് അങ്ങ് വൈറ്റ് വാഷ് അടിച്ചു വെച്ചു. 4 പേരെ 4 ദിവസം പണിക്ക് നിർത്തിയിട്ട് ആ ചെവിപ്പുറവിലെ വൈറ്റ് വാഷ് ഞാൻ എടുത്ത് കളഞ്ഞത്. കൂടുതൽ സംസാരിപ്പിക്കരുത് കേട്ടോ. നിങ്ങളെ കൊണ്ടാകും ഈ ഗ്രൗണ്ടിൽ എത്ര പട്ടിക്കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നത് നോക്കിയിട്ട് വെള്ളം ഇറക്കാൻ. മര്യാദക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്തോളാനാ പറഞ്ഞത്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നോട് ഈ ഗ്രൗണ്ട് മോട്ടിക്കാൻ വന്നു.
ചെയ്യാനാ പറഞ്ഞത്. അരക്കുറ്റി പുട്ട് കടയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അയ്യോ അത് പുട്ടല്ല, കറിയാ. ഏതാ കടലക്കറിയാണോ? കടലക്കറി അല്ലെന്ന്, കൈപ്പട്ടൂർ കറിയാ. കണ്ടോ, നിങ്ങളെക്കാട്ടി 4-5 വയസ്സ് കൂടുതലുണ്ട്, എന്നാലും ആ മനുഷ്യൻ പറയത്തില്ല. നടക്കുന്ന നടപ്പുണ്ടോ, നടു നിവർത്തി തല പൊക്കി ഞെളിഞ്ഞാ നടക്കുന്നത്. നടു നിർത്തി തല പൊക്കി നടക്കുന്ന അവന്റെ ആരോഗ്യത്തിനല്ല, അവന്റെ അസുഖത്തിന്റെയാ. എന്തുവാ കൈപ്പട്ടൂരാറ്റി കുളി നടക്കുന്നുണ്ടോ എത്തി നോക്കുവോ അവൻ. അങ്ങേരെ കാണിക്കാനെങ്കിലും ഒന്ന് പുഷപ്പടി. ഉഷാവത്ത് പോകും പുഷപ്പടിക്കാൻ പറ്റത്തില്ലടി. എൽസിക്കുട്ടി എന്താ ഒറ്റയ്ക്കാണോ? കിടക്കുന്നു. മൂക്കിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കഴിഞ്ഞെങ്കിൽ എഴുതേക്കണം മാമച്ച. നോക്കിട്ട് ഫോട്ടോ സെറ്റ് അല്ല, പിന്നെ ഞാൻ പുഷപ്പൂ ചെയ്യുവാ. അതെന്താ പൂവ്? അല്ലല്ലല്ല, ഇവിടെ കിടന്ന് അദ്ദേഹം പുഷപ്പടിക്കുവാന്നാ പറഞ്ഞത്. എടാ പുഷപ്പടിക്കാതെ വീട്ടിൽ പോയി 10 കഷ്ണം പുഴുക്കൊണ്ടാക്കി അടിക്കടാ. പോടാ വീട്ടിൽ. കറിയാ. എന്താ വിളിച്ചേ? കറിയാച്ചാന്ന്. ആ കറിയാച്ചാന്ന്. ഓക്കെ. എടാ നിന്നെ കൊണ്ട് പറ്റുപോടാ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാനെ കൊണ്ട്? ഒറ്റ കിടപ്പിൽ ഞാൻ 68 എണ്ണം അടിക്കും. അപ്പൊ ഇനി 67 എണ്ണം ബാക്കിയുണ്ട്. എന്തുവാ? വെടിയടിക്കുന്നതിന്റെ എണ്ണം അല്ലേ പറഞ്ഞേ? അവരിക്കുന്നല്ല പറഞ്ഞേ, പിന്നെ പഠിക്കുമെന്നാ പറഞ്ഞത്. ആണോ? ഞാൻ വിശ്വസിക്കത്തില്ല, ഇവനെ കൊണ്ട് പറ്റത്തില്ല ഈ പ്രായത്തിൽ. കറിയാച്ച അങ്ങനെ സംസാരിക്കരുത്. ആ. തെളിവുണ്ട്. എന്തുവാ? നോക്കിക്കേ, ഞാൻ വാട്സപ്പിൽ ഒരു ഓ ഭർത്താവ് പുഷപ്പടിക്കുന്നതിന്റെ വീഡിയോ ആയിരിക്കും. അല്ല എന്റെ ഭർത്താവ് മഞ്ഞനിക്കര മാമച്ചൻ ഒരു ദിവസം 70 പുഷപ്പടിക്കും. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങൾക്കൊരു ദുഃഖവാർത്ത കേൾക്കേണ്ടി വരും. ഇത് വിശ്വസിച്ചവർക്കെല്ലാം നന്മകൾ ഉണ്ടാവും. കൊള്ളാം. ഞാൻ ഇനി ഇത് 20 പേർക്ക് സെൻഡ് ചെയ്യണമായിരിക്കും, ഇല്ലയോ? അതെ, ഇല്ലെങ്കിൽ ദുഃഖവാർത്ത വരും. വിശ്വസിച്ചേ. ഇങ്ങനൊന്നും അല്ല കാണിക്കേണ്ടിയിരിക്കും, ഞാൻ പറഞ്ഞുതരാം. ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നതിന് എന്റെ ഒരു പൊടിക്കൈ ഉണ്ട്. ആ പൊടിക്കൈക്ക് വിരലൊക്കെ ഉണ്ടോ? കുഞ്ഞു കൈ ഉണ്ടെന്നാണോ പറഞ്ഞത്? ചെറിയ ചെറിയ വിദ്യകളൊക്കെ ഉണ്ടെന്ന്. എങ്ങനെ? എടാ ഞാൻ രാവിലെ കിടക്കപ്പായ എഴുന്നേറ്റിരുന്ന ഉടനെ വാമപ്പ. പെണ്ണുമ്പിള്ളയായിട്ടാണോ? എന്തുവാ വാമപ്പാന്ന് പറഞ്ഞേ? വാമപ്പെന്നാണോ പറഞ്ഞത്? എടാ ഞാൻ രാവിലെ ഉറക്കത്തിൽ നെണ്ണീറ്റാൽ ഉടനെ വാമപ്പ്. വാമപ്പ എന്ന് പറഞ്ഞാ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ചമ്പരം പറഞ്ഞിരിക്കുക. ഈ മൂക്ക് ഇങ്ങനെ അടച്ചു വെക്കുക. എന്നിട്ട് ഈ മൂക്കിൽ കൂടെ ബ്രിജിത്ത് വലിച്ചു കെട്ടണം. അതെ, ആ സംഭവം വലിച്ചു കെട്ടണം. എന്നിട്ട് ഈ കൈ എടുത്തിട്ട് ഈ മൂക്ക് അടയ്ക്കണം. വലിച്ചു കയറ്റി ഇതുവഴി പതുക്കെ അങ്ങ് വിടണം. നിനക്ക് എന്താ കേടാടാ ഇത്? വലിച്ചു കയറ്റി തന്നെ വെറുതെ വിടുന്ന അവിടെ തന്നെ അടക്കട്ടത്. പറ്റത്തില്ല. കാർബൺ ഡൈ ഓക്സൈഡ് വയറ്റിൽ കിടന്ന് എന്റെ വയറ്റിൽ സസ്യജാലങ്ങൾ വളർന്നാലോ, വിട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിനെക്കാട്ടി കിടക്കുന്നൊരു സംഭവം ഞാൻ നേരത്തെ ചെയ്തോണ്ടിരുന്ന. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ കൈ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഈ ശ്വാസം എടുക്കണം. അഭ്യാസം. പക്ഷെ നേരത്തെ ഞാൻ ചെയ്യുമായിരുന്നു, ഇപ്പൊ ചെയ്യത്തില്ല. എന്താടാ? ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചെയ്ത സമയത്ത് കൊച്ചുമോൻ വന്ന് ഇക്കിളിയിട്ട് എന്റെ 6ാം ഏരി എല്ലാം കൂടെ കുലുങ്ങി എല്ലാം കൂടെ ഒടിഞ്ഞ് ഈ പരുവത്തിൽ എന്നെ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയോട്ടിൽ കയറ്റിയപ്പോ ഡോക്ടർമാര് പറയുവാ, ആരാടാ ആശുപത്രി കൊണ്ടൊന്ന് ചുണ്ടൻ വെള്ളം കയറ്റിയത്? എനിക്ക് ആവശ്യമില്ലാത്ത പണിക്ക് ചായൻ അങ്ങനെങ്കിലും ചെയ്യുന്നുണ്ട്. അതെ. ഞാനോട് ഞാൻ പറയാം, എന്നാ എക്സസൈസ് ചെയ്യാൻ വയ്യെങ്കിലോ വിട്, എന്റെ കൂടെ യോഗ ക്ലാസ്സിന് വരാൻ. യോഗ നല്ലടാ, യോഗയ്ക്ക് കൂടാ. എനിക്ക് ഈ 10-25 പെണ്ണുങ്ങളുടെ കിടന്ന് കുത്തി വളയാൻ വേണ്ടി. അപ്പൊ നിനക്ക് അതിന് യോഗം ഇല്ല. അല്ല അതെ യോഗ നല്ല കൊച്ച നല്ല. പിന്നെ എന്റെ ട്രെയിനറെ ഒന്ന് കാണണം. എത്ര ആസനങ്ങളാണ് കാണിക്കുന്നതെന്ന് അറിയാവോ? ഒരാൾ ഒറ്റയ്ക്കോ? യോഗാസനം. ട്രെയിനർ വലിയ ആസനം കാണിക്കുന്നെന്ന് പറഞ്ഞ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഇപ്പം വലത്തെ കാലെടുത്ത് ഇടത്തെ പെടലിക്ക് വെച്ചു, ഇടത്തെ കാലെടുത്ത് വലത്തെ പെടലിക്കും വെച്ചിട്ട് മൂക്ക് കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അറിയാൻ പറ്റാത്ത ഒരു കോഴിക്കോട് തല്ലിക്കുട്ടി വെച്ചേക്കുന്ന പോലെ. പിന്നെ അവനെ പൊക്കി പിടിച്ച റെസിഡൻസ് അസോസിയേഷനിലെ 25 പേര് ഞാനും ആശുപത്രിയിലെ 3 ഡോക്ടർമാരും കൂടെ കൂടി അവന്റെ കുരുക്കടിച്ചത്. ഇവിടെ യോഗ കളിയാക്കാൻ മാത്രമേ ഇങ്ങനെ കരുത്തുള്ളൂ. അല്ല കറിയാച്ചായ ഇന്നും നടക്കൂ. പിന്നെ എന്ന് ഞാനിത് നിരങ്ങു വന്നു. അതല്ലടാ, നീ നടക്കാനായിട്ട് ഇറങ്ങുമെന്ന്. എടാ ഇറങ്ങിയാലല്ലേ നടക്കാൻ പറ്റത്തുള്ളൂ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ നടക്കാനെന്ന്? വീട്ടിൽ നിന്നല്ലാതെ പിന്നെ എനിക്ക് കാട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ നടക്കാനെ കൊണ്ട്? നാളെ തൊട്ട് ഈ നാക്ക് കുത്തി നടക്ക. അത് തട്ടി അതിന്റെ വിരല് പോട്ടെ. നിന്റെ നാക്കിന്റെ അനാവശ്യം പറയുന്നത് കൊറേ നാളായില്ലേ കണ്ടിട്ട്, അതുകൊണ്ട് ചോദിച്ചതാണേ. അത് ഞാൻ നെയ്യാറ്റിലായിരുന്നു. നെയ്യാറ്റി കിടക്കാൻ നീ തല ചീങ്കണ്ണിയോ? പറഞ്ഞത്. എടാ നെയ്യാറ്റിലല്ലേ എന്റെ മോൻ, നെയ്യാർ ഡാമിലല്ലേ അവന് ജോലി. എന്ത് ജോലി അവന്? അവൻ നെയ്യാർ ഡാമിന്റെ ഷട്ടർ ഓപ്പറേറ്റർ. ഇളയേറി ചേർക്കാനുണ്ടായിരുന്നല്ലേടാ? ഇളയ മോന് നോർവ. പെടലിക്കാൻ നോവാ വയറിനാ തന്നു. അവന് നോവാന്ന് പറഞ്ഞേ. നോവെന്നാ പറഞ്ഞത്. അവൻ നോർവ. ഇടയ്ക്കൊരു ഇറുണ്ടായിരുന്നു, കേട്ടില്ലേ നീ? നിന്റെ ഇറു കേട്ടാ നിൽക്കുവാ ഞാൻ. നീ ഇങ്ങനെ രാവിലെ ഇറങ്ങിപ്പോഴേ ഈ മാടത്തെ കൊണ്ടുവന്നില്ലയോ? ഇല്ല, എന്റെ ചെറുക്കന്റെ അടുത്ത് വന്നപ്പോ ഒരു തത്തമ്മയെ കൊണ്ടുവന്നായിരുന്നു. അതല്ലടാ, ഈ മാടത്തെ നടത്താൻ കൊണ്ടുവന്നില്ലേ? മാടത്ത് നടക്കുമല്ലോ, ചിറകടിച്ച് പടക്കൂല്ലേ? എടാ നിന്റെ കെട്ടിയോളെ നടത്താൻ കൊണ്ടുവന്നില്ലോ? അയ്യോ എന്റെ കെട്ടിയോള്. എടാ അവളെ അങ്ങനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അവള് 2 ചുവട് നടന്നു കഴിഞ്ഞാൽ മാറി നിന്ന് വലിക്കും. 3 ചുവട് നടത്തരുത്. അവള് മാറി നിന്ന് കുടി തുടങ്ങും. ആ കുടിയുടെ കാര്യമല്ല. എടാ മോടടുത്ത് പോയ അവള് വാഷിംഗ്ടണിലായിരുന്നു. അവിടെ ചെന്ന് വലിച്ചു വാരി തിന്ന് ഇപ്പൊ 2 ടണ്ണുണ്ട് അവള്. അതുകൊണ്ട് ഈ നടന്നു കഴിഞ്ഞാൽ കിതച്ചിട്ട് നിന്ന് വലിക്കും. അതാണ് പറഞ്ഞത്. അതൊക്കെ അതിനെ കൊച്ചെവിടെ ഇപ്പം? മൂത്ത മോള്
മീനാ, മണിയാറ്റില്ല. പണിയാറ്റി മാത്രമല്ലല്ലോ, എല്ലാ ആറ്റിലും മീനുണ്ടല്ലോ. കൊച്ചിന്റെ പേരാ പറഞ്ഞത് മീനെന്ന്. ആ മീന. ഇളയതോടാ. രണ്ടാമത്തെ അവള് സീന. നല്ല കിടുക്കൻ പേര്, ന്യൂ ജനറേഷൻ പേര്. അതല്ല, അവള് ഭയങ്കര സീനാന്ന്. അവളെ കെട്ടിയോന്റെ വീട്ടിൽ നിന്നില്ല, ഇങ്ങ് പോരുവാ. എന്തുവാ? അവളെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അമ്മായിമ്മ വഴക്ക് പറയാടാ. അല്ല, അവൾ എന്തോ എടുക്കുന്നത്? അമ്മായിമ്മയുടെ താക്കോലും മാലയൊക്കെ അവള് കട്ടെടുക്കും. അങ്ങനെ മോട്ടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് സീനാ പോലും. വെയിൽ ഉറച്ചു വരുന്നിടം വരെ ഇങ്ങനെ നിന്ന് കാര്യം പറയാനാന്ന് വന്ന കാര്യം അങ്ങ് മറന്നു പോയോ? ഇനി ഞങ്ങളുടെ കൂട്ടുകാർ തമ്മിൽ കണ്ടില്ല, ഇപ്പൊ ഞങ്ങൾ കുറച്ച് കാര്യം പറയട്ടെ. എക്സസൈസ് ചെയ്യാൻ ഇറങ്ങിയാന്ന് എക്സസൈസ് ചെയ്യണം ചായ, അല്ല ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കരുത്. നിനക്ക് ചെയ്യണമെങ്കിൽ നീ പോയി ചെയ്യടി. കണ്ടോ എന്തോ പറഞ്ഞാലും ഇങ്ങനെ അങ്ങ് ദേഷ്യമോ കറിയോ ചായ. എത്ര നാളാന്നറിയോ ആ മുഖത്ത് ഞാൻ ഒരു ചിരി കണ്ടിട്ട്. നമ്മള് VIP ചിരിക്കുവോ? അയ്യോ, ഒരിക്കലും ചിരിക്കത്തില്ല. ചിരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിലെ കാശ് കുറഞ്ഞു പോയാലോ. അവിടെ ഇരിക്കത്തില്ല, പ്രത്യേകിച്ച് നമ്മൾ കോട്ടിട്ടിട്ട് ഫ്രണ്ട് കസാറ ഇരുന്ന് കഴിഞ്ഞാൽ ചിരിക്കട്ടെ. അതെ, ചിരി ആയുസ് കൂട്ടുവന്ന. നിങ്ങൾ രണ്ടുപേരും ഒന്ന് എഴുന്നേറ്റെ. ഇരി ആയുസ് കൂട്ട് വന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആയുസ് കളയാ മനുഷ്യനെ. ഒന്ന് എഴുന്നേറ്റേന്ന്. ഞാൻ പറയുന്ന പോലെ ഒന്ന് കേക്ക്. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഫ്രീ ആയിട്ട് കൂളായിട്ട് ഒന്ന് നിന്നേ. ഒരു തെറാപ്പി ഉണ്ട്. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. ഒന്ന് കൂളായിട്ട് നിന്നിട്ട് പുറന്നോട്ട് മലിച്ചിട്ട് ഉറക്കെ ചിരിക്കണം. കാണിച്ചു തരാം. ചിരിച്ചേ. റിപ്പീറ്റ് വൺസ് മോർ. ചിരിക്ക. ആ, അങ്ങനെ തന്നെ. ഇനി പരസ്പരം നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി ചിരിക്ക്. അതെന്തോ അത്? അങ്ങനല്ലത്. പരസ്പരം ഇച്ചായൻ കറിയാച്ചാന്റെ മുഖത്ത് നോക്കി തണ്ടിങ്ങനെ ചായൻ അങ്ങോട്ട് ചെയ്യ. നിങ്ങളും അങ്ങനെ പരസ്പരം ചെയ്തേ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ. അങ്ങനെ തന്നെ. ഫ്ലോറടക്കം ചിരിച്ചിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യേ. ഞാൻ എന്തോടാ ആക്കിയ ഒരു ചിരി? എക്സർസൈസിന്റെ ഭാഗമായിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോ നീ എന്തോടാ ആക്കിയ ഒരു ചിരി? എടാ, നിന്റെ അഹങ്കാരം എന്തുവാന്നറിയാം? 10 വർഷമായിട്ട് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതിന്റെ അഹങ്കാരം അല്ലയോടാ മാമച്ച നിനക്ക്? ഞാൻ അവിടെ നടക്കത്തില്ലടാ, ഞാൻ തീരുതണം പറയാൻ. നിനക്ക് എന്തുവാ? എടാ, ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് നിന്നെ ഞാൻ അവിടുന്ന് വലിച്ചു പറിച്ച് തോട്ടി കളയണം. നീ കണ്ടോ? നീ നോക്കിയാൽ നടക്കത്തില്ല, നിന്റെ അപ്പ നോക്കിയാൽ നടക്കത്തില്ല. എടാ പോടാ, നിനക്ക് ഞാനൊരു അവാർഡ് അങ്ങോട്ട് തന്ന് നിന്നെ ഒതുക്കാനാ തീരുമാനിച്ചേക്കുന്നത്. എന്തോ അവാർഡ്? സീനിയർ സിറ്റിസണിനുള്ള അവാർഡ് നിനക്ക് തരാം. നിനക്ക് വേണോ അത് അവാർഡ്? എന്തുവാ? നിനക്ക് എന്നെക്കാളും കൂടുതൽ പ്രായം. ഓടാ അവിടെ, നിനക്കാ പറയാക്കുള്ളൂ. നിനക്കാടാ പ്രായം. എടാ, നിനക്കാടാ പ്രായം. ഞാൻ ചില നരച്ചിരിക്കുന്നുണ്ട്, എനിക്ക് പ്രായമില്ലടാ. എടാ, ഞാൻ എന്നെ പാളെ വലിച്ചോണ്ട് നടന്നപ്പോ നീ വരമ്പേക്കൂടെ ഓടുവാടാ. എടാ, നീ വരമ്പലോടുമ്പോ ഞാൻ നരമ്പാൽ ഓടുന്നേ ഉള്ളൂ. ഇത് കേട്ടോ, എന്തുവാ? പരുത്തി കൃഷി പോലെ നെറ്റത്തെ രോമം ധരിച്ചിരിക്കുന്നത്. ഇതിലാ പ്രായമുള്ളത്. എടാ പോടാ. എടാ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ നീ 10ാം ക്ലാസ്സിലാടാ. ഇവനാണ് പ്രായമുള്ളത്. ഇവനാണ് ഈ പ്രായം. ഇവനാണ് പ്രായം. ഗൾഫെ കുട്ടി, നീ ആരുടെ സൈഡ് നിൽക്കില്ല? പറയാട്ടി ആർക്കാണ് ഈ പ്രായമുള്ളത്? പ്രായം. നിനക്കിനാണോ പ്രായം? നിനക്കിനാണോ പ്രായം കൂടുതൽ? എന്താ പരിപാടിയാ നിങ്ങൾ കാണിച്ചത്? പിന്നെ എനിക്ക് പ്രായം എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കൂ. എന്റെ ദൈവമേ. എനിക്കാ പ്രായക്കൂടുതൽ. ഇതുപോലെ ഓടാൻ അവൻ അറിയത്തില്ല. എന്താ പറ്റി? അവൻ പോയോ? ഓടിപ്പോയി. അവൻ പോയത് കാര്യമായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ ആ സീനിയർ സിറ്റിസണും സീരിയസ് ആയ സിറ്റിസണും.